കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇതിനർത്ഥം ക്രിസ്തുവിലുള്ള ഏതൊരാളും പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നാണ്. പഴയ ജീവിതം പോയി, ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. This means that anyone who belongs to Christ has become a new person. The old life is gone, a new life has begun. എന്താണ് ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? എന്താണ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിലാകുക എന്നതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ സ്വത്തായി തീരുക എന്നുള്ളതാണ്. ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ് മീൻസ് ബീയിങ് ഹിസ് പൊസഷൻ. നമുക്കറിയാം, സ്വത്ത് എന്ന് പറയുന്ന കാര്യം എന്താണെന്നൊക്കെ നമുക്കറിയാം. നമുക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ ഒക്കെ പല രീതിയിലുള്ള സ്വത്തുകൾ ഉണ്ടാകാം. ഒരുപക്ഷെ വീടാകാം, മറ്റ് സ്ഥലങ്ങളാകാം, ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ആകാം, വാഹനമാകാം. ഇതൊക്കെ ഒരുപക്ഷെ കാലാകാലങ്ങളായി തലമുറകൾ കഴിഞ്ഞ് വന്ന സ്വത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പണം മുടക്കി മേടിച്ച പ്രോപ്പർട്ടീസ് ആയിരിക്കാം. ഇതൊക്കെയാണ് സ്വത്ത് എന്ന് പറയുന്നത്. ഒരു ഉടമയ്ക്ക് തന്റെ സ്വത്തിനെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആ ഉടമയുടെ ഇഷ്ടമാണ് തന്റെ പ്രോപ്പർട്ടിയെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. നമ്മൾ ക്രിസ്തുവിന്റെ സ്വത്താണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ മേൽ നമുക്ക് അല്ല അധികാരമെന്നും, നമ്മളെ വിലയ്ക്ക് മേടിച്ച, നമ്മൾ യേശുവിന്റെ സ്വത്തായതുകൊണ്ട് തന്നെ നമ്മളെ വിലയ്ക്ക് മേടിച്ച ക്രിസ്തുവിനാണ് നമ്മുടെ മേൽ അധികാരം എന്നും നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെതായിരിക്കുക എന്നതിന്റെ അർത്ഥം ഇനി നമ്മുടെ ജീവിതം ഇനി നമ്മൾക്കുള്ളതല്ല എന്നും അത് ക്രിസ്തുവിൻ്റെതാണ് എന്നും അംഗീകരിക്കുക എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. കുരിശിലെ തന്റെ രക്തം കൊണ്ട് യേശു നമ്മളെ വിലയ്ക്ക് മേടിച്ചു. നമ്മളെ വില കൊടുത്ത് മേടിച്ചത് ഏതെങ്കിലും പണം കൊടുത്തിട്ടോ സ്വർണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ എന്തെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടല്ല കർത്താവ് നമ്മളെ തന്റെ സ്വത്താക്കി തീർത്തത്. തന്റെ ജീവൻ കാൽവറിയുടെ കുലക്കടത്തിൽ തന്റെ അവസാന തുള്ളി രക്തം വരെയും ചീന്തിക്കളഞ്ഞുകൊണ്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെയും തന്റെ സ്വത്താക്കി തീർത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിനി നമ്മുടെ ഇഷ്ടം പോലെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുകയില്ല എന്നും നമ്മൾ അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം. അവൻ നമ്മളെ സ്വന്തമാക്കിയിരിക്കുകയാണ്. തന്റെ രക്തത്താൽ വീണ്ടെടുത്തുകൊണ്ട് നമ്മളെ തന്റെ സ്വത്താക്കി തീർത്തിരിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ സ്വത്താണെങ്കിൽ, ഞാൻ കർത്താവിന്റെ സ്വത്താണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ സ്വത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മേൽ അധികാരമില്ല. കർത്താവ് എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരുവാൻ, കർത്താവിന്റെ കൈകളിലെ ഒരു മാനപാത്രമായി തീരുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ.